നമസ്കാരം, ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് യാചകന് 10 വർഷം തടവ്. 3 വയസ്സുള്ള പെൺകുട്ടിയെ ഭിക്ഷാടനത്തിനായി തട്ടിക്കൊണ്ടുപോയ കേസിൽ ഇന്ദു റിസ്വാൻ എന്നയാൾക്ക് പനാജിയിലെ കുട്ടികളുടെ കോടതി 10 വർഷം തടവും 35,000 രൂപ പിഴയും വിധിച്ചു. 2017 നവംബറിൽ മർഗാവ് റെയിൽവേ സ്റ്റേഷനിൽ കുടുംബത്തോടൊപ്പം ഉറങ്ങുകയായിരുന്ന പെൺകുട്ടിയെ റിസ്വാൻ തട്ടിക്കൊണ്ടുപോയി. കുട്ടിയുടെ മൂത്ത സഹോദരി ബഹളം വെച്ചതിനെ തുടർന്ന് കുടുംബം പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. CCTV ദൃശ്യങ്ങളിൽ നിന്ന് പ്രതിയെ തിരിച്ചറിഞ്ഞു. മംഗലാപുരം പോലീസ് പിന്തുടർന്നതിനെ തുടർന്ന് റിസ്വാൻ ഗോവയിലെത്തുകയും പിന്നീട് ഇവിടെ നിന്ന് പെൺകുട്ടിയെ മുംബൈ, സൂറത്ത്, ഭോപ്പാൽ എന്നിവിടങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. 1 വർഷത്തിന് ശേഷം ഭോപ്പാൽ പോലീസ് കുട്ടിയെ കണ്ടെത്തി റിസ്വാനെ അറസ്റ്റ് ചെയ്തു. കാട്ടുകൂണുകളുടെ ചൂഷണത്തിനെതിരെ ബയോഡൈവേഴ്സിറ്റി ബോർഡ് മുന്നറിയിപ്പ് നൽകുന്നു. മൺസൂൺ ആരംഭിച്ചതോടെ ഗോവയിൽ റോൻ ഓൾമി എന്നറിയപ്പെടുന്ന കാട്ടുകൂടുകളുടെ വിൽപ്പന തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ഗോവ സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് ഇവയുടെ അമിത ചൂഷണത്തിനെതിരെ മുന്നറിയിപ്പ് നൽകി. 1972 വന്യജീവി സംരക്ഷണ നിയമം കാട്ടുകൂൺ സംരക്ഷിക്കുന്നുണ്ടെങ്കിലും വനങ്ങളിൽ നിന്ന് രഹസ്യമായി ഇവ ശേഖരിക്കപ്പെടുന്നു. GSBB വനവാസികൾ പരമ്പരാഗതമായി സംരക്ഷിച്ചിരുന്ന കൂണുകൾ ഇപ്പോൾ ചൂഷണം ചെയ്യപ്പെടുന്നതായി ചൂണ്ടിക്കാട്ടി. ബട്ടൺ, ഓയസ്റ്റർ കൂണുകൾ പോലുള്ള വാണിജ്യ ഇനങ്ങൾ ഉപയോഗിക്കാൻ ബോർഡ് ജനങ്ങളോട് ആവശ്യപ്പെട്ടു. കൂൺ ശേഖരിക്കുന്നവർ 50% ഇളം കൂണുകൾ ഉറുമ്പിൻ കൂടുകളിൽ ഉപേക്ഷിക്കണമെന്നും വന്യ ഇനങ്ങൾ നശിപ്പിക്കരുതെന്നും GSBB നിർദ്ദേശിച്ചു. ഗോവയിൽ നായ്ക്കൾ കടിച്ചാൽ നായുടെ ഉടമസ്ഥർക്ക് ജയിൽ ശിക്ഷയും 50,000 രൂപ പിഴയും. നായ്ക്കളുടെ ആക്രമണം മൂലം പരിക്കേൽക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചതിനാൽ ഗോവ സർക്കാർ 2025 ഗോവ അനിമൽ ബ്രീഡിംഗ് ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ബില്ല് അവതരിപ്പിക്കുന്നു. ആക്രമണകാരികളായ മൃഗങ്ങളുടെ വളർത്തലും പ്രജനനവും നിരോധിക്കുന്ന ഈ ബിൽ ഇത്തരം ഇനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനും വിലക്ക് ഏർപ്പെടുത്തുന്നു. നിയമലംഘനത്തിന് 3 മാസം വരെ തടവും 50,000 രൂപ പിഴ, സാമൂഹ്യ സേവനം എന്നിങ്ങനെ ശിക്ഷയാണ്. ഉടമകൾ 30 ദിവസത്തിനുള്ളിൽ ആക്രമണകാരികളായ മൃഗങ്ങളെക്കുറിച്ച് അറിയിക്കണം. 60 ദിവസത്തിനുള്ളിൽ വന്ധ്യംകരണം നടത്തണം. പരിക്കോ മരണമോ ഉണ്ടാക്കുന്ന മൃഗങ്ങളുടെ ഉടമകൾ നഷ്ടപരിഹാരം നൽകുകയും വേണം. ഈ ബിൽ മൺസൂൺ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. ക്യാബിനറ്റ് മീറ്റിംഗിൽ DHSൽ 170 ഡോക്ടർമാർ, നഴ്സുമാർ, സാങ്കേതിക ജീവനക്കാർ എന്നിവരെ നിയമിക്കാൻ തീരുമാനമായി. 170 ഡോക്ടർമാരെയും നഴ്സുമാരെയും സാങ്കേതിക ജീവനക്കാരെയും കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ് അഥവാ DHSന് ബുധനാഴ്ച നടന്ന മന്ത്രിസഭ അംഗീകാരം നൽകി. കൂടാതെ ഗോവ ഡെന്റൽ കോളേജിൽ 10 തസ്തികകളും ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷനിൽ 13 തസ്തികകളും IT സ്റ്റാർട്ടപ്പ് പ്രൊമോഷൻ സെല്ലിൽ 4 കോൺട്രാക്ട് തസ്തികകളും സൃഷ്ടിക്കുന്നതിനും ബുധനാഴ്ച നടന്ന ക്യാബിനറ്റ് മീറ്റിംഗിൽ അംഗീകാരം ലഭിച്ചു. കൂടാതെ പെൻഷൻ സെല്ലിന് 1 വർഷത്തെ കാലാവധി നീട്ടലും PPP റവന്യൂ ഷെയറിംഗ് മോഡലിന് കീഴിൽ സംസ്ഥാനത്തിന്റെ ബോർഡറുകളിൽ ഗോവ വെഹിക്കിൾ സിസ്റ്റം സ്ഥാപിക്കാനുമുള്ള തീരുമാനം ബുധനാഴ്ച എടുത്ത് മറ്റൊരു മന്ത്രിസഭാ തീരുമാനമാണെന്ന് സാവന്ത് പറഞ്ഞു. ഇത് സംസ്ഥാനത്തിന്റെ വാഹന രജിസ്ട്രേഷൻ സംവിധാനവുമായും ഗോവ പോലീസ് വകുപ്പുമായും സംയോജിപ്പിക്കും. അനധികൃതമായി വിദേശമദ്യം പിടിച്ചെടുത്തതിന് എക്സൈസ് വകുപ്പിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു. ഹരിയാനയുടെ കസ്റ്റംസ് പരിധിയിലുള്ള ഒരു വെയർഹൌസിൽ നിന്ന് ഗോവയിലെ കസ്റ്റംസ് പരിധിയിലുള്ള ഒരു വെയർഹൌസിലേക്ക് 1 കോടി രൂപ വിലമതിക്കുന്ന വിദേശമദ്യം കൊണ്ടുവരികയായിരുന്ന വല്ലിന വെഞ്ചേഴ്സിന്റെ ഒരു ട്രക്ക് നിയമവിരുദ്ധമായും അധികാരപരിധി ഇല്ലാതെയും കസ്റ്റഡിയിലെടുത്തതിന് ഗോവയിലെ ബോംബെ ഹൈക്കോടതി സംസ്ഥാന എക്സൈസ് വകുപ്പിനെ രൂക്ഷമായി വിമർശിച്ചു. യാതൊരു രേഖകളോ അനുമതിയോ ഇല്ലാതെ ഗോവ സംസ്ഥാനത്തേക്ക് മദ്യം ഇറക്കുമതി ചെയ്തുവെന്നാരോപിച്ച് 2025 ഏപ്രിൽ 20 പത്രാദേവി ചെക്ക് പോസ്റ്റിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ ഈ ട്രക്ക് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. എന്നാൽ ഗോവ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ നടപടിക്കെതിരെ കോടതിയെ സമീപിച്ചു. കോടതി വല്ലിന കമ്പനി എല്ലാ നിയമപരമായ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ടെന്നും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നിയമവിരുദ്ധമായ നടപടിയാണ് എടുത്തതെന്നും 1962 കസ്റ്റംസ് ആക്ടിലെ വ്യവസ്ഥകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് പ്രസ്തുത സാധനങ്ങളുടെ കൈമാറ്റത്തിന് ഉത്തരവിടുകയും ചെയ്തു. ഏപ്രിൽ 20 ട്രക്ക് പിടിച്ചെടുത്തതിന് അടുത്ത ദിവസം തന്നെ സബ് ഇൻസ്പെക്ടറെ സ്ഥലം മാറ്റിയിരുന്നു. ശിവാശ്രീകൾ, അബ്സലറ്റ് വോഡ്ക, ജോണി വോക്കർ, ബ്ലാക്ക് ലേബൽ പോലുള്ള വില കൂടിയ മദ്യമായിരുന്നു ട്രക്കിൽ. മാന്ത്രമിലെ ഇരുമ്പ് പാലം ദുർഘടാവസ്ഥയിൽ. നോർത്ത് ഗോവയിലെ മാന്ത്രമിലെ ജൂനാസ്വാദ പാലം ഗുരുതരമായ നിലയിലാണെന്നും പല ഭാഗങ്ങളിലും ഇരുമ്പ് തുരുമ്പ് പിടിച്ച് പൊട്ടാറായ നിലയിലാണെന്നും സുരക്ഷാ ആശങ്കകൾ ഉയർത്തുന്നുണ്ടെന്നും 2025 മാർച്ചിൽ ഒരു യൂട്യൂബ് റിപ്പോർട്ടർ പാലത്തിന്റെ അപകട സാധ്യത ചൂണ്ടിക്കാട്ടിയിരുന്നു. അടിയന്തര പരിശോധന ആവശ്യപ്പെടുന്നുണ്ട്. ഇതിന്റെ തീരദേശമായതിനാൽ ഉപ്പ് ഉരുക്കിനെ ബാധിക്കുന്നുണ്ടെന്നും അത് തടയാൻ മുൻകൂർ നടപടി അത്യാവശ്യവുമാണെന്ന് ആന്ധ്രൻ നിവാസികൾ പറയുന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും
വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.